തുടങ്ങാം. യെസ്, കാരണം അല്പസമയം മുമ്പാണ് അർജന്റീനയുടെ ഒരു ഒഫീഷ്യൽ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരമില്ല. നവംബറിൽ ടീമിന്റെ ഏക മത്സരം അംഗോളയുമായാണ് എന്നാണ് പ്രഖ്യാപനം. ടീം സ്പെയിനിലേക്ക് പരിശീലനത്തിന് പോകുമെന്നും AFA പറയുന്നു. യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് മഹേഷ് പോലൂരാണ്. മഹേഷ് തിരുവനന്തപുരത്താണ് ഉള്ളത്. കായികമേളയുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണ് അദ്ദേഹം ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ അർജന്റീന വാർത്തയ്ക്ക് വരുന്നത്. നല്ല മഴ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നീല മഴയും നീല കുടയും നീല ടീഷർട്ടൊക്കെ ഇട്ട് രാവിലെ തന്നെ നിൽപ്പുണ്ട്. മഹേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു നീലക്കുപ്പായക്കാരുടെ കഥ തന്നെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആ നീലക്കുപ്പായക്കാരെ പ്രതീക്ഷിച്ച് നിൽപ്പാണ് നമ്മൾ കുറെ കാലമായിട്ട്. ഇന്ന് രാവിലെ വീണ്ടും അനിശ്ചിതത്വം. അപ്പോൾ ഈ പുതിയ അവരുടെ അറിയിപ്പിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് മഹേഷ്? സമൃദ്ധ, ജിൽസി, ഗുഡ് മോർണിംഗ്. നീലക്കുപ്പായം ഉണ്ട്, നീല ജേഴ്സി ഉണ്ട്. പക്ഷേ നീലക്കുപ്പായം ഇട്ട അർജന്റീന ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. കൂടുതൽ കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അർജന്റീനയുടെ ഒരു ഒഫീഷ്യൽ ട്വീറ്റ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ AFAയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ട് തന്നെ അവരുടെ വിവരം വരികയാണ്. ഞങ്ങൾ സ്പെയിനിലേക്ക് പോകുന്നുണ്ട്, അതിനുശേഷം അങ്കോളയിൽ ഒരു മത്സരം കളിക്കുന്നുണ്ട് എന്നത് മാത്രമാണുള്ളത്. നവംബർ 14 അങ്കോളയിൽ ഒരു മത്സരം ഞങ്ങൾ കളിക്കുന്നുണ്ട് എന്നല്ലാതെ ഇന്ത്യയിലേക്ക് വരുന്നത് സംബന്ധിച്ച് നവംബറിൽ, അതായത് ഈ ഫിഫ വിൻഡോയിൽ ഇന്ത്യയിലേക്ക് വരുന്നത് സംബന്ധിച്ച് ഒരറിയിപ്പും തന്നെ അർജന്റീന നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അർജന്റീനയുടെ എതിരാളികളായി കളിക്കേണ്ടിയിരുന്ന ഓസ്ട്രേലിയ, അവർ ഇന്ത്യയിലേക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഒഫീഷ്യൽ ഹാൻഡിലിൽ തന്നെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ അസോസിയേഷൻ പറയുന്നുണ്ട് അവരുടെ 2 മത്സരങ്ങളിൽ കളിക്കുന്നത് ഒന്ന് വെനസ്വേലയുമായിട്ടും ഒന്ന് കൊളംബിയയുമായിട്ടാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ ഒരു ഉറപ്പായ തീരുമാനം നമുക്ക് പറയാൻ പറ്റും. അർജന്റീനയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല എന്നുള്ളൊരു വാക്ക് മാത്രമേ ആ ട്വീറ്റിൽ ഇല്ലാത്തതുള്ളൂ. ബാക്കി ഞങ്ങളുടെ മത്സരം അങ്കോളയുമായാണ് എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ട്. മാത്രമല്ല, ഇവിടെ നവംബർ 18 മത്സരം നേരത്തെ പറഞ്ഞിരുന്നത്. സ്പോൺസർമാർ ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് നവംബർ 18 നവംബർ 14 അങ്കോളയുമായി കഴിഞ്ഞ് 18 ഇവിടെ വന്ന് കളിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ നമ്മൾ അവരുടെ ഒരു ട്രാവൽ പ്ലാനിൽ കാണേണ്ടതില്ല. അങ്ങനെയെല്ലാം ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ കൊച്ചിയിൽ അർജന്റീന കളിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒഫീഷ്യലായി ഈ ഒരു അറിയിപ്പോട് കൂടി തന്നെ വരേണ്ടതാണ്. മെസ്സി വരില്ല എന്നല്ല നമ്മൾ പറയുന്നത്. മെസ്സി അടങ്ങുന്ന അർജന്റീനിയൻ ടീം ഈ നവംബറിൽ ഇന്ത്യയിലേക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അടിവരയിട്ട് പറയുന്നത്. ഞാൻ അതിനുശേഷം അർജന്റീനയിലെ മാധ്യമങ്ങളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യയിലേക്കില്ല എന്നുള്ള വാർത്തകൾ കൊടുക്കുന്നത്. അതെല്ലാം ഊഹാപോഹങ്ങളാണ് എന്ന് ഏതാണ്ട് സർക്കാരും അല്ലെങ്കിൽ സ്പോൺസർമാരും അതിനെ ഗൗനിക്കേണ്ടതില്ല. ആ വരുന്ന വാർത്തകളൊക്കെ നുണപ്രചാരണങ്ങളാണ് എന്നുള്ള തരത്തിലാണല്ലോ സംസാരിച്ചിരുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷവും ഞാൻ അർജന്റീനയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഒന്ന് പരതി നോക്കിയിരുന്നു ഇന്ന് പുലർച്ചയ്ക്ക്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരു മത്സരത്തിനുള്ള സാധ്യത 2026 മാർച്ചിലാണ് ഇനിയുള്ളത്. അത് തന്നെ കൺഫേം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ സ്പോൺസറും നേരത്തെ മന്ത്രിയും മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യം എന്താണ്? ഈ വരുന്ന ഫിഫ വിൻഡോയിൽ നവംബറിൽ കളിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് താല്പര്യം. അതിന് പിന്നീടേക്കുള്ള ഒരു തീയതിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വരവിൽ ഈ നവംബറിൽ അർജന്റീന ഇന്ത്യയിലേക്കില്ല എന്നുള്ള വാർത്തകളെ ഒന്നുകൂടി ഫലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ്. ഞങ്ങൾ ഒരേ ഒരു മത്സരമേ കളിക്കുന്നുള്ളൂ, അങ്കോളയുമായി ഞങ്ങൾ ഒരേ ഒരു മത്സരമേ കളിക്കുന്നുള്ളൂ. അത് നവംബർ 14 എന്ന് അർജന്റീന ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എതിരാളികൾ എന്ന് നമ്മുടെ സ്പോൺസർമാർ നിരന്തരം പറഞ്ഞിരുന്ന ഓസ്ട്രേലിയൻ ടീമുമായി ഞങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അവർ വരാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് സ്പോൺസർമാർ പറഞ്ഞ ഓസ്ട്രേലിയൻ ടീം തന്നെ പറയുന്നു. ഓസ്ട്രേലിയയുടെ വിസ നടപടികളിലേക്ക് ഞങ്ങൾ കടന്നു എന്നാണ് സ്പോൺസർ പറഞ്ഞിരുന്നത് മഹേഷ്. ഓസ്ട്രേലിയൻ ടീമിന്റെ താരങ്ങളുടെ വിസ നടപടികളും അതിന്റെ പ്രൊസീജിയറൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അർജന്റീനയുടെയും വിസ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സ്പോൺസർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വരുന്ന വിൻഡോയിൽ 2 മാച്ചുകൾ അർജന്റീനയ്ക്ക് ഉണ്ടാകുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് മാച്ച് പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് തന്നെ ഇന്നത്തെ അറിയിപ്പിൽ നമുക്ക് എടുക്കാം അല്ലെ? അങ്ങനെ വായിച്ചെടുക്കാം സൈഫു. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായി പറയുന്നില്ല. ഞങ്ങൾ ഒരേ ഒരു മത്സരമേ കളിക്കുന്നുള്ളൂ, അത് അങ്കോളയുമായിട്ടാണ് എന്ന് അർജന്റീന പറയുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ടീം സ്പെയിനിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. 14 അങ്കോളയിൽ ഒരു മത്സരം കഴിഞ്ഞ് 15 ഫ്ലൈറ്റ് കയറി വന്ന് 18 കൊച്ചിയിൽ കളിക്കുമോ?
എന്ന് നമുക്ക് അങ്ങനെ ഊഹിക്കാൻ. അർജന്റീനയാണ് ടീം, ലയണൽ മെസ്സി അടക്കമുള്ള ടീമാണ്. ഇന്നിപ്പോൾ അർജന്റീനയുടെ ആ പോസ്റ്റർ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിന്റെ ഒരു മൂലയ്ക്ക് എമിലിയാനോ മാർട്ടിനസിന്റെ ചിത്രം, മറുവശത്ത് ഡീപോളിന്റെ ചിത്രം, അങ്ങ് താഴെ ലയണൽ മെസ്സിയുടെ ചിത്രം, ഇപ്പുറത്ത് ലൗതാരോ മാർട്ടിനസിന്റെ ചിത്രം. അപ്പൊ അതെല്ലാം വളരെ ആവേശപൂർവ്വം നൽകിയാണ് പറയുന്നത്, ഞങ്ങള് അങ്കോളയുമായി ഏക മത്സരത്തിന് ഞങ്ങൾ തയ്യാറാണ്, അങ്കോളയുമായി ഏക മത്സരം കളിക്കുന്നു എന്നുള്ളത്. സ്പെയിനിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അർജന്റീനയുടെ ടീമിന്റെ ഒഫീഷ്യൽ എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അവരുടെ വാർത്തകൾ വളരെ കൃത്യമായി കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർ, ഇപ്പോൾ ഗാസ്റ്റൻ എഡ്യൂളിനെ പോലെ വളരെ വിശ്വസ്തതയുള്ള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തകൾ, അവിടെയുള്ള മറ്റ് മാധ്യമങ്ങൾ, അർജന്റീന ഫുട്ബോളിന്റെ ഓരോ നീക്കങ്ങളെയും ചലനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങൾ നിരന്തരം ഈ വാർത്ത നൽകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത. ഇനി ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യമായി ഉന്നയിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു സൈഫു. ഇന്ത്യയിലേക്ക് വരാത്തതിനുള്ള ഒരു കാരണമായി അർജന്റീനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ഇവിടുത്തെ കരാർ വ്യവസ്ഥകൾ അത് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് അർജന്റീന ഒഫീഷ്യലായി പറയുന്നതല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായി പറയുന്നതല്ല. അർജന്റീനയിലെ മാധ്യമങ്ങളെ നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്പോൺസർ അല്ലെങ്കിൽ ഇന്ത്യയിൽ അർജന്റീനയുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കിയവർ ആ ധാരണയിൽ വലിയ തോതിൽ ധാരണ ലംഘിക്കപ്പെട്ടു, അത് കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നോക്കൂ സൈഫ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ വളരെ ഇങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇങ്ങനെ ഒരു മത്സരം നടത്താൻ പറ്റുമോ എന്ന് നമ്മൾ എല്ലാവരും, സാധാരണ മനുഷ്യരെല്ലാവരും അങ്ങനെ ഇത്ര പെട്ടെന്നാകുമോ എന്നുള്ളത് നോക്കുമ്പോഴും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് സ്പോൺസർമാർ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഒരു വശത്ത് നടക്കുന്നുണ്ടല്ലോ, 70 കോടി രൂപ മുടക്കിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത്, അതിന്റെ ചെയർ മാറ്റുന്നതൊക്കെ നമ്മൾ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മറ്റുമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോൾ തുടങ്ങേണ്ടതായിരുന്നു, എന്നായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്? മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി ഈ ഗ്രൗണ്ട് മത്സരത്തിന് ഫിറ്റാണ്, സജ്ജമാണ് എന്ന് പറഞ്ഞെടുത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അർജന്റീനയുമായി സമീപിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ തന്നെ സീനിയർ ന്യൂസ് എഡിറ്റർ എസ് എ അജിംസ് ഈ അങ്കോളയും അർജന്റീനയുമായി ബന്ധപ്പെട്ടുള്ള കരാറിനെ കുറിച്ച് അദ്ദേഹം ഈ വിവാദങ്ങൾക്കിടെ ഒരു അദ്ദേഹത്തിന്റേതായി വന്ന ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്കോള വർഷങ്ങൾക്ക് മുൻപ് തന്നെ അർജന്റീനയുമായി ഈ ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ തുടങ്ങിയതാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി അങ്കോളയിലെ ഫുട്ബോൾ അസോസിയേഷനാണ് ആദ്യം സമീപിക്കുന്നത്. അങ്ങനെ സമീപിച്ച് വളരെ കൃത്യമായ ഒരു റൂട്ടിലൂടെ പോയതിനു ശേഷമാണ് അങ്കോളയുമായുള്ള ഒരു മത്സരങ്ങൾ ഉറപ്പിക്കുന്നത്. ഇന്ത്യയിലെ AFF-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ഇല്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും അവരുടെ ഒരു സഹകരണം ഏതെങ്കിലും തരത്തിൽ അവർ ഇതിന്റെ ഈ പറയുന്ന അർജന്റീനയുമായുള്ള കരാറിലോ അതിന്റെ ധാരണയിലോ ഒരു പാർട്ടായിരുന്നില്ല. ഇപ്പോൾ അർജന്റീനയെ കൊണ്ടുവരും എന്നുള്ളത് ആരാണ് പറഞ്ഞത്? മന്ത്രി വി അബ്ദുറഹ്മാനാണ് ആദ്യം പറയുന്നത് അർജന്റീന ഇന്ത്യ സന്ദർശിക്കും. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു തീരുമാനം. പിന്നീട് എങ്ങനെ ഇപ്പോൾ പറയുന്ന സ്പോൺസറിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിന് മറ്റ് സ്പോൺസർമാർ അതിന് വില്ലിംഗായി വന്നിരുന്നോ, അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് വന്നിരുന്നോ? അങ്ങനെ വന്നിട്ടും അതല്ലാതെ ഈ സ്പോൺസറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം ഒരു അന്തരീക്ഷത്തിൽ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ടല്ലോ. മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ കാര്യത്തിൽ കുറെ കൂടി പ്രതികരിക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം മാധ്യമ വാർത്തകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുമ്പോൾ വലിയ തോതിൽ അദ്ദേഹം അതിനെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സൈഫു ആൻഡ് അമൃത.